ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒരു വീഡിയോ ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് മോഡ്യൂൾ 2 തുടങ്ങുകയുമാണ്. ഇതിനകത്ത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്, സപ്പോസ് ക്യാപിറ്റൽ എ ബി എ സെറ്റ്. So for example, we take capital A is equal to 1, 2, 3. Then a function, a 1, 1 onto function from A to itself is known as a permutation. So a function f from a set A to itself, which is 1, 1 and onto, is known as a permutation. Say this function, say f of 1 is equal to 1, f of 2 is equal to 2, f of 3 equal to 3. So this is a function from A to A. Clearly this is 1, 1 and onto, and this is a permutation. Another permutation is g of 1 is equal to 2, g of 2 is equal to 1, g of 3 equal to 3. And g ആണ് ഇവിടെ വരയ്ക്കുന്നത്. g of 1 equal to 2, g of 2 equal to 1, and g of 3 equal to 3. This is another permutation. So in general, if A is equal to set, see, we consider here finite sets. Let A is equal to set A1, A2, A3, etc. An. Then any function, any 1, 1 onto function from A to A, say 1, 1 onto function from A to A is known as a permutation. So നമ്മൾ ഇവിടെ കണ്ട ഈ പെർമ്യൂട്ടേഷൻ f of 1 equal to 1, f of 2 equal to 2, f of 3 equal to 3, ഇത്രയും എങ്ങനെ എഴുതാതെ വേണമെങ്കിലും ഈ പെർമ്യൂട്ടേഷനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. Then we denote this permutation in a 2-row matrix form. 2 റോകളുള്ള ഒരു മെട്രിക്സ് ആയിട്ട് നമ്മൾ എഫിനെ, ഈ പെർമ്യൂട്ടേഷനെ ഡിനോട്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ റോയിൽ എയിലെ എലമെന്റ്സ് എഴുതുക 1, 2, 3. രണ്ടാമത്തെ റോയിൽ ഈ എലമെന്റ്സിന്റെ ഇമേജ് അണ്ടർ എഫ് എഴുതുക. ഇവിടെ എയിലെ എലമെന്റ്സ് ആയ 1, 2, 3യുടെ ഇമേജസ് അണ്ടർ എഫ് 1, 2, 3 തന്നെയാണ്. സോ വി റൈറ്റ് ദിസ് എഫ് ആസ് ദിസ്. So f is equal to 1, 2, 3, 1, 2, 3. g is equal to g, f എയിലെ എലമെന്റ്സ് ആദ്യത്തെ റോ ആയിട്ട് എഴുതുക. തൊട്ട് താഴെ അതിന്റെ ഇമേജസ് അണ്ടർ g എഴുതുക. 1, 2, 3യുടെ ഇമേജ്, 1ന്റെ ഇമേജ് 2, 2ന്റെ ഇമേജ് 1, 3യുടെ ഇമേജ് 3. Okay. So if capital A is equal to set 1, 2, 3, etc. n എലമെന്റ്സ് ഉള്ള ഏത് സെറ്റിനെയും നമുക്ക് 1, 2, 3, etc. n എന്ന് തന്നെ ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ എലമെന്റ്സിനെ പ്രത്യേക പേര് പറഞ്ഞ് വിളിക്കാം. A1, A2, A3, etc. an എന്നോ B1, B2, B3, etc. bn എന്നോ അങ്ങനെ വേണമെങ്കിലും പേര് പറഞ്ഞ് വിളിക്കാം. A എന്ന് പറയുന്നത് 1, 2, 3, etc. n എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിൽ എത്ര 1, 1 onto functions from A to A ഉണ്ടായിരിക്കും? So what is the total number of permutations? So these are the elements 1, 2, 3, etc. n. നമ്മളൊരു 1, 1 onto ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകുമ്പോൾ 1ന് നമുക്കൊരു ഇമേജ് കൊടുക്കണം. 1ന് ഇമേജ് കൊടുക്കാൻ ഈ n എലമെന്റ്സിൽ ആരെ വേണമെങ്കിലും 1ന്റെ ഇമേജ് ആക്കാം. അപ്പൊ 1ന്റെ ഇമേജ് ആകാൻ സാധ്യതയുള്ള n കാൻഡിഡേറ്റ്സ് ആർ ദയർ. സോ നമ്മൾ ഒരു 1, 1 onto ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന പ്രോസസ്സിനെ ഫസ്റ്റ് പാർട്ട് നമ്മൾ 1ന് ഇമേജസ് കൊടുക്കുക, സെക്കൻഡ് ജോലി എന്ന് പറയുന്നത് 2ന് ഇമേജസ് കൊടുക്കുക, മൂന്നാമത്തെ ജോലി എന്ന് പറയുന്നത് 3ക്ക് ഇമേജ് കൊടുക്കുക. ഇങ്ങനെ പോയി n വർക്കുകൾ നമ്മൾ ഇവിടെ ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു 1, 1 onto ഫംഗ്ഷൻ കിട്ടും. So the first part can be done in n ways. കാരണം 1 എടുത്താൽ 1ന് ഈ n ആളുകളിൽ ആരെ വേണമെങ്കിലും ഇമേജ് ആക്കി കൊടുക്കാം. 2 എടുത്താൽ 2ന് ബാക്കിയുള്ള എത്ര എണ്ണം ഉണ്ടാവും? 1ന് ഒരു ഇമേജ് പോയി കഴിഞ്ഞു. 1ന് ആരെ വേണമെങ്കിലും കൊടുത്തോളൂ, അത് ഒരെണ്ണം പോയി കഴിഞ്ഞു. അത് ഈ n ആളുകളിൽ ആര് വേണമെങ്കിലും ആകാം. So an image to 1 can be assigned in n ways. ഇനി 2 എടുത്താൽ 2ന് ഇമേജ് കൊടുക്കണം. 2ന് കൊടുക്കുന്ന ഇമേജ് 1ന് കൊടുത്ത ഇമേജ് 2ന് കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് we are considering 1, 1 functions.
അപ്പൊ 2-ന് പിന്നെ ഇമേജ് കൊടുക്കാൻ ബാക്കി n-1 ആളുകളെ ഉള്ളൂ. So the second part can be done in n-1 ways. ഇനി തേർഡ് പാർട്ട് 3-ക്ക് ഇമേജ് കൊടുക്കുക, അത് ബാക്കിയുള്ള n-2 ആളുകളിൽ ആരെങ്കിലുമേ ഉള്ളൂ, എറ്റ്സെട്ര. അവസാനം n-ന് ഇമേജ് കൊടുക്കാൻ ഇതിനകത്ത് ഒറ്റ ആൾ മാത്രമേ അവശേഷിക്കൂ. So the last part can be done in one way. So this is an n-part job. The first part can be done in n ways. Second part can be done in n-1 ways. Third part can be done in n-2 ways, etc. The last part can be done in n ways. So the total number of ways this job can be done is n into n-1 into etc. And this is n factorial. So there are n factorial permutations on the set capital A. നമ്മൾ നേരത്തെ പറഞ്ഞു, a permutation on a set capital A is a 1-on-2 function from A to A. അത്തരം n factorial permutations ഉണ്ടായിരിക്കും. So if we denote by Sn the set of all permutations on A, cardinality of Sn നമ്മളിപ്പോ കണ്ടുപിടിച്ചത് cardinality of Sn is equal to n factorial. Okay, so for example, capital A is equal to set 1, 2. അങ്ങനെയാണെങ്കിൽ what is the set of all permutations on A? S2. S2-നകത്ത് നമ്മുടെ റിസൾട്ട് അനുസരിച്ച്, നമ്മുടെ ഒബ്സർവേഷൻ അനുസരിച്ച് 2 factorial permutations കാണും. സോ 2 factorial members കാണും. ഓരോ പെർമ്യൂട്ടേഷനെയും എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. അതിനെ 2 റോ ഉള്ള മെട്രിക്സ് ആക്കി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആദ്യത്തെ റോ 1, 2 എയിലെ എലമെന്റ്സ്, തൊട്ട് താഴെ അതിന്റെ ഇമേജസ്. 1-ന്റെ ഇമേജ് 1-ഉം 2-ന്റെ ഇമേജ് 2-ഉം ആയിട്ടുള്ള ഒരു പെർമ്യൂട്ടേഷൻ ഉണ്ട്. അടുത്ത ഒരെണ്ണം 1-ന്റെ ഇമേജ് 2-ഉം 2-ന്റെ ഇമേജ് 1-ഉം. So these are the only 2 permutations, 2 1-on-2 functions from A to A. So S2 is equal to this. S2. S3. So capital A is equal to set 1, 2, 3. Cardinality of S3 is equal to 3 factorial equal to 6. So there are 6 permutations from A to A. And what will be S3? S3, example ആയിട്ട് എഴുതേണ്ടതാണ്. S3 ഒരെണ്ണം നമുക്ക് എഴുതാൻ പറ്റുന്നത് that this is the identity function. സത്യത്തിൽ ഇത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണല്ലോ. 1 is mapped to 1, 2 mapped to 2, 3 mapped to 3. And this is the identity function, and this is also known as the identity permutation. ഇനി അടുത്ത ഒരെണ്ണം 1, 2, 3. 1 goes to 2, 2 goes to 1, 3 goes to 3. The 1, 2, 3. 1 goes to 3, 2 goes to 2, 3 goes to 1. The 1 goes to 1, 2, 3, 2 goes to 3, 3 goes to 2. The 1 goes to 3, 1 goes to 2, 2 goes to 3, 3 goes to 1. 1 in the image 2, 2 in the image 3, 3 in the image 1. And another one, the last one, then after 6 elements, 6 elements. അതില് ഇനി ഏതാ വരിക? 1, 2, 3. 1 goes to 3, 2 goes to 1, 3 goes to 2. So these are the 6 permutations in S3. Okay. So if A is a set, so in general A is the set A1, A2, A3, etc. AN, then any 1-1-on-2 function from A to A 1-1-on-2 function from A to A is a permutation on A. Is a permutation on A. So in general, a permutation can be written as.
So in general, a general form of writing, in general, a permutation, so f of a1 in the image, a2 in the image, എല്ലാം കണ്ടുപിടിക്കുമ്പോൾ പെർമ്യൂട്ടേഷൻ ആയി. a1 ന്റെ ഇമേജ് ഈ a1 a2 a3 etc a-നുകളിൽ ആരെങ്കിലും ഒരാളായിരിക്കും. നമ്മൾ അയാളെ b1 എന്ന് വിളിക്കും. നമുക്ക് അറിഞ്ഞുകൂടല്ലോ ഇത് a1 ന്റെ ഇമേജ് ആരാണ്. പക്ഷെ ഈ b1 എന്ന് പറയുന്നത് ഈ a1 a2 a3 etc a-നിൽ ആരോ ഒരാളായിരിക്കും. f of a2 b2 ആണെന്ന് ഇരിക്കട്ടെ etc f of an bn ആണെന്ന് ഇരിക്കട്ടെ, where b1 b2 etc bn belongs to capital A. അപ്പോൾ നമ്മൾ പറഞ്ഞത് then this f can be written as f is equal to a1 a2 a3 etc an b1 b2 etc bn. ഈ b1 ശ്രദ്ധിക്കുക, ഈ b1 b2 etc bn എന്ന് പറയുന്നതും a1 a2 a3 etc an in some other order ആയിരിക്കും. Okay, f is equal to a1 a2 a3 etc an b1 b2 b3 etc bn. അപ്പൊ ഇവിടെ b1 b2 etc bn എന്ന് പറയുന്ന പുതിയ മെമ്പേഴ്സ് ഒന്നും അല്ല, അത് ഈ a1 a2 a3 etc a-നുകളിൽ ആരൊക്കെയോ ആയിരിക്കും. ഇനി വേറൊരു പെർമ്യൂട്ടേഷൻ g എടുക്കുക എന്ന് വിചാരിച്ചു. ഈ b1 b2 etc bn എന്ന് പറയുന്നത് ഈ a1 a2 a3 etc a-നുകൾ തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ജിയെ നമുക്ക് ഇങ്ങനെ എഴുതാം, b1 b2 etc bn, say c1 c2 etc cn, where c1 c2 etc cn are also belongs to capital A. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ എഴുതിയ S3-യിൽ ഇത് നമ്മൾ f എന്നും ഇതിനെ g എന്നും വിളിച്ചു എന്ന് കരുതുക. So f is equal to 1 2 3 2 1 3. നമ്മൾ അതിനെ ഇങ്ങനെ തന്നെയാണ് വായിക്കുന്നത്. f is equal to 1 2 3 ആദ്യത്തെ റോ വായിക്കുന്നു, പിന്നെ അതിന്റെ ഇമേജ് 2 1 3 വായിക്കും. അടുത്ത ഒരെണ്ണം g is equal to, ഇപ്പോ നമ്മളുടെ ഫോമിൽ അല്ല എന്ന് നമുക്ക് ആദ്യം തോന്നും, g is equal to 1 2 3 3 2 1 3 2 1. അതായത് ഇത് നമ്മുടെ a1 a2 a3, ഇത് b1 b2 b3. പെർമ്യൂട്ടേഷനെ നമ്മൾ ഈ മെട്രിക്സ് ഫോമിൽ എഴുതുമ്പം എന്തേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ, നമ്മൾ എഴുതുന്ന എലമെന്റുകളുടെ ഇമേജുകൾ വേണം തൊട്ട് താഴെ വരാൻ എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് ഇതിനെ ഒന്ന് ശ്രദ്ധിച്ചോ, ഇതിനെ ഈ ജിയെ 1 2 3 3 2 1 എന്ന് എഴുതിയ അതേ സെൻസിൽ നമുക്കതിനെ 2 3 1 2ന്റെ ഇമേജ് 2, 3യുടെ ഇമേജ് 1, 1ന്റെ ഇമേജ് 3 ഇങ്ങനെയും എഴുതാം. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ എഴുതാത്തത് എന്താന്ന് ചോദിച്ചാൽ ജി എയിലെ എലമെന്റ്സിനെ ആദ്യത്തെ ഒരു റോ ആയിട്ട് എഴുതി അതിന്റെ തൊട്ട് താഴെ അതിന്റെ ഇമേജ് എഴുതി പോകുന്നതാണ് നമുക്ക് എളുപ്പം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേണിൽ എഴുതി പോകുന്നത്. ഇതിനെ ഈ ഓർഡർ മാറ്റി എഴുതിയത് കൊണ്ടൊന്നും ഒരു വ്യത്യാസവുമില്ല, അത് ശ്രദ്ധിച്ചോണം. നമ്മൾ എഴുതുമ്പോ ആദ്യം എയിലെ എലമെന്റ്സ് വരണം, എയിലെ എല്ലാ എലമെന്റ്സും വരണം. തൊട്ട് താഴെ ഈ പെർമ്യൂട്ടേഷനിൽ ഈ 1 1 2 ഫംഗ്ഷനിൽ ഈ എലമെന്റുകളുടെ ഇമേജ് എന്താണോ അത് തൊട്ട് താഴെ വരണം. അപ്പൊ ഇത് 1 2 3 ഈ ഓർഡർ ഒന്ന് മാറ്റി എഴുതിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ അതിനെ എങ്ങനെ ഒരു ഓർഡർ മാറ്റി എഴുതിയ 2 3 1 എന്ന് മാറ്റി എഴുതി. പക്ഷെ 2 3 1 എന്ന് മാറ്റി ഞാൻ എഴുതുമ്പോ ജിയിൽ ഈ 1 2 3കളുടെ ഇമേജ് എന്തായിരുന്നോ അത് തൊട്ട് താഴെ വരണം, അത് മാറാൻ പാടില്ല. ജിയിൽ 1ന്റെ ഇമേജ് 3ഉം 2ന്റെ ഇമേജ് 2ഉം 3യുടെ ഇമേജ് 1ഉം ആയിരുന്നു. ഇതിനെ നമ്മൾ മാറ്റി 2 3 1 എന്ന് എഴുതുമ്പോ 2ന്റെ ഇമേജ് 2 അല്ലേ, അത് ഇവിടെ വരണം, അത് കീപ്പ് ചെയ്യണം. 3യുടെ ഇമേജ് 1 ആയിരുന്നു, അത് ഇവിടെ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ വരണം. 1ന്റെ ഇമേജ് 3 ആയിരുന്നു, 1ന്റെ ഇമേജ് 3. അപ്പോ ഈ എലമെന്റ്സിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓർഡർ മാറ്റി എഴുതുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് a1 a2 a3 b1 b2 b3 ആണെന്ന് ഇരിക്കട്ടെ. ജി എന്ന് പറയുന്നത് വേറൊരു പെർമ്യൂട്ടേഷൻ. പക്ഷെ ജിയുടെ ആദ്യത്തെ റോ ഈ b1 b2 b3 ആകത്തക്ക വിധത്തിൽ നമുക്കൊന്ന് ഷഫിൾ ചെയ്ത് ഓർഡറിൽ എഴുതാം. ഇതിപ്പോ ഇവിടെ 2 1 3 എന്നല്ലേ വന്നിരിക്കുന്നത്, നമുക്ക് ഈ ജിയെ മാറ്റി അങ്ങനെ എഴുതാം. 2 1 3 ആദ്യത്തെ റോ ആകത്തക്ക വിധത്തിൽ എഴുതാം. എഴുതുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചോണം, ഇമേജസ് മാറാൻ പാടില്ല അണ്ടർ ജി. ഇവിടെ 2ന്റെ ഇമേജ് 2, 1ന്റെ ഇമേജ് 3,
3യുടെ ഇമേജ് 1. അപ്പൊ ഇത് ഇങ്ങനെ ജി എ എഴുതാം. അപ്പൊ നമുക്ക് ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഒരു പെർമ്യൂട്ടേഷൻ എഫ് എന്ന് പറയുന്നത് A1 A2 A3 എക്സെട്ര AN B1 B2 എക്സെട്ര BN എന്ന് എടുത്താൽ രണ്ടാമത്തെ ഒരു പെർമ്യൂട്ടേഷനെ നമുക്ക് B1 B2 B3 എക്സെട്ര BN C1 C2 എക്സെട്ര CN എന്ന് എടുക്കാം. ഓക്കെ, നൗ ദീസ് ആർ 2 മെമ്പേഴ്സ് ഓഫ് SN. ഈ SN എന്ന് പറയുന്ന സെറ്റിൽ നമ്മള് ഈ ഗ്രൂപ്പ് തിയറി പഠിച്ചപ്പോൾ മുതൽ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ഏത് സെറ്റ് കിട്ടിക്കഴിഞ്ഞാലും അതിനെ ഒരു ഗ്രൂപ്പ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഇതാണ് നമ്മുടെ ഒരു ചോദ്യം എപ്പോഴും. ഇപ്പൊ നമുക്കൊരു പുതിയ സെറ്റ് കിട്ടി, SN എന്ന് പറയുന്ന നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു സെറ്റ് കിട്ടി SN. നമ്മുടെ ചോദ്യം ഈ SNൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ഡിഫൈൻ ചെയ്ത് നമുക്കിതിനെ ഒരു ഗ്രൂപ്പ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ദി ആൻസർ ഈസ് യെസ്. നമ്മൾ ഈ SNലെ 2 മെമ്പേഴ്സിനെ നമ്മൾ എടുത്തു, എഫും ജിയും. ഇങ്ങനെ ജിയെ ഇങ്ങനെ തന്നെ പർട്ടിക്കുലർ ആയിട്ട്, അതായത് എഫിന്റെ താഴത്തെ റോ തന്നെ ഇതിന്റെ ആദ്യത്തെ റോ ആയിട്ട് എഴുതി വരാൻ എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ B1 B2 എക്സെട്ര BN എന്ന് പറയുന്നതും ക്യാപിറ്റൽ എയിലെ എലമെന്റ്സ് ആയ A1 A2 A3 എക്സെട്ര ANൽ ഏതെങ്കിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറിയിട്ടുള്ളതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജിയെ അതിലെ ക്യാപിറ്റൽ എയിലെ എലമെന്റ്സിനെ ഇവിടുത്തെ റോയിൽ വന്നിരിക്കുന്ന എലമെന്റ് പോലെ ഷഫിൾ ചെയ്ത് എഴുതി. പക്ഷെ നമ്മൾ കൃത്യമായിട്ടും അതിന്റെ ഇമേജസ് ആയ C1 C2 എക്സെട്ര CN തന്നെയാണ് താഴെ എഴുതിയിരിക്കുക. C1 C2 എക്സെട്ര CN എന്ന് പറയുന്നത് എയിലെ എലമെന്റ് ആണ്. അപ്പൊ ഇങ്ങനെ 2 പെർമ്യൂട്ടേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എടുത്തെഴുതാം. F is equal to A1 A2 എക്സെട്ര AN B1 B2 എക്സെട്ര BN. G is equal to B1 B2 എക്സെട്ര BN C1 C2 എക്സെട്ര CN. ഇങ്ങനെ 2 പെർമ്യൂട്ടേഷൻ SNലെ എടുത്തു കഴിഞ്ഞാൽ now we are going to define an operation F dot G. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ പോകുക എന്ന് ചോദിച്ചാൽ F composition G, see we define it as A1 A2 എക്സെട്ര AN. ഇനി ഒന്ന് ശ്രദ്ധിച്ചോണം, A1 goes to B1 and B1 goes to C1. So finally A1 goes to A1 B1 പോയി, B1 C1 പോയത് കൊണ്ട് A1 goes to C1. A2 goes to C2 etc. AN goes to BN and BN goes to CN. ഇങ്ങനെ നമ്മൾ ഈ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്താൽ we define a product in SN defined in this way. Then clearly this is also a member of SN. കാരണം A1 A2 A3 എക്സെട്ര ANകളുടെ ഇമേജസ് ആണ് C1 C2 എക്സെട്ര CN. എഫും ജിയും 1 1 ഉം 2 ഉം ആയിരുന്നത് കൊണ്ട് ഈ പ്രോഡക്റ്റും ദിസ് ഈസ് ഓൾസോ 1 1 and 2. So this is a member. So this is a permutation. So this is a member of SN. So our immediate observation is this operation is binary. നമ്മൾ ഇപ്പൊ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഓപ്പറേഷൻ ദിസ് ഈസ് ബൈനറി. അപ്പൊ നമുക്ക് ഇത് ഗ്രൂപ്പ് സ്ട്രക്ചർ ആകാനുള്ള പോസിബിലിറ്റി കൂടി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ഈ ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണോ, വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേഷൻ ഒരു ഐഡന്റിറ്റി ഉണ്ടോ, ഇൻവേഴ്സ് ഉണ്ടോ, ഇക്കാര്യങ്ങളോട് മാത്രം നോക്കിയാൽ മതിയാവും. ഓക്കെ, സോ അവർ ഫസ്റ്റ് ടെസ്റ്റ് പാസ്സായി. ഈ ഓപ്പറേഷൻ ഈസ് ബൈനറി. ഇനി ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണോ? So now we check operation is associative. അതിന് 3 എലമെന്റ്സ് എടുക്കണ്ടേ? So let F is equal to A1 A2 etc. AN B1 B2 etc. BN. G is equal to B1 B2 etc. BN C1 C2 etc. CN. H is equal to C1 C2 etc. CN D1 D2 etc. DN. So what will be F composition or F into G into H? So this is F into G into H. നമുക്ക് ആദ്യം ചെയ്യാം. G into H ചെയ്താൽ B1 goes to C1 and C1 goes to D1. So finally B1 goes to D1. B1 goes to D1. അത് ആ രീതിയിൽ എഴുതിയാൽ B1 goes to D1, B2 goes to D2, etc. BN goes to DN. And F was
A1, A2, A3, etc. AN, B1, B2, etc. BN. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ കിട്ടുന്ന പ്രോഡക്റ്റിൽ A1 goes to B1 and B1 goes to D1. So finally A1 goes to D1, A2 goes to D2, etc. AN goes to DN. We call it as. Also F composition G, composition H, F into G into H. F into G, F and G going to multiply that. A1 goes to B1 and B1 goes to C1. So A1 goes to C1. A2 goes to B2 and B2 goes to C2. A2 goes to C2. So what we get? A1 goes to C1, A2 goes to C2, etc. AN goes to CN into H. H എന്ന് പറയുന്നത് C1, C2, etc. CN, D1, D2, etc. DNA. So this is equal to A1 goes to D1, A2 goes to D2, etc. AN goes to DN. Call it as 2. So from 1 and 2, F composition G composition H is equal to F composition G composition H. Therefore, this is associative. So we are more confident. We are more confident to prove that this structure is a group. Operation binary I, operation associative I. Any identity. Existence of identity. But F say F is equal to A1, A2, etc. AN, B1, B2, etc. BN. You take the identity permutation. അതായത് എല്ലാ എലമെന്റിനെയും അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ഐഡന്റിറ്റി പെർമ്യൂട്ടേഷൻ എടുക്കുക. So let capital I is equal to എല്ലാ എലമെന്റ്സിനെയും അതിലേക്ക് മാപ്പ് ചെയ്യുക. സോ B1, B2, etc. BN എന്നാണ് ഈ എയിലെ എലമെന്റ്സിനെ നമ്മൾ ഇപ്പോൾ വിളിക്കുന്നതെങ്കിൽ അവിടെ ഇമേജസും B1, B2, etc. BN തന്നെയായിരിക്കും. Therefore F into I is equal to എന്താ വരിക? A1 goes to B1 and B1 goes to B1. So that is A1 goes to B1, A2 goes to B2, etc. AN goes to BN. And this is F itself. ഇനി ഈ ഐ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു എല്ലാ എലമെന്റ്സിനെയും അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഈ ഐയെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. A1, A2, etc. AN goes to A1, A2, etc. AN. ഇങ്ങനെയും എഴുതാം. ഇത് രണ്ടും സെയിം ആണ്. Now I composition F, that is equal to I is A1, A2, etc. AN, A1, A2, etc. AN. F is A1, A2, etc. AN, B1, B2, etc. BN. So this product എടുക്കുമ്പോഴും നമുക്ക് എന്താ കിട്ടുക? A1 goes to A1 and A1 goes to B1. So A1 goes to B1, A2 goes to B2, etc. AN goes to BN. And this is also F. Therefore, we have F composition I is equal to F is equal to I composition F. Therefore, the identity permutation is the identity in Sn. നമ്മൾ കൂടുതൽ കോൺഫിഡന്റ് ആയി. ഓപ്പറേഷൻ ബൈനറി ആയി, ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആയി, identity element with respect to this exist, and clearly that belongs to, clearly I belongs to Sn. അടുത്തത് ഇൻവേഴ്സ്. So you take A is F is equal to A1, A2, etc. AN, B1, B2, etc. BN. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ വരേണ്ടത്? ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. വേറെ ഏതോ ഒരെണ്ണവുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. So we take G as ഈ പെർമ്യൂട്ടേഷനെ നേരെ തിരിച്ചു വെക്കുക. അപ്പൊ ഇവിടെ A1 goes to B1, A2, etc. അല്ലേ? Now we take G is equal to B1, B2, etc. BN, A1, A2, etc. AN. What is F composition G? F composition G is equal to A1 goes to B1, B1 goes to A1. So this is A1 goes to A1, A2 goes to B2 and B2 goes to A2. So A2 goes to ഇവിടെ ഇതല്ലേ? ഈ G എന്ന് പറയുന്നത് ഇതിനെ നേരെ തിരിച്ചു വെച്ചു ഈ പെർമ്യൂട്ടേഷനെ.
So A1 goes to B1, B1 goes to A1, A1 goes to A1, A2 goes to A2, A3 goes to A3, etc. AN goes to BN, BN goes to AN. So AN, and this is identity. And what is G composition F? G composition F is G no B1, B2, etc. BN, A1, A2, etc. AN into A1, A2, etc. AN, B1, B2, etc. BN. So this is B1 goes to A1 and A1 goes to B1. So B1 goes to B1. B2 goes to A2 and A2 goes to B1 here. So this is B2 goes to B2, etc. Bn goes to Bn. അതായത് എല്ലാ എലമെന്റും അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യപ്പെടുന്നത്. There is an identity function I. So F composition G is equal to I is equal to G composition F. Therefore, F in the inverse is equal to G and that belongs to Sn. Therefore, inverse of each element exists and belongs to Sn. മതിയല്ലോ, Sn ഗ്രൂപ്പ് ആണ് എന്നുള്ളതിന്റെ മുഴുവൻ കണ്ടീഷനും ആയില്ലേ. Therefore, Sn, the set of all permutations on n symbols is a group. S1 ഒറ്റ സിമ്പിളിൽ മാത്രമുള്ള പെർമ്യൂട്ടേഷൻ. So 1 goes to 1 മാത്രം. And this is nothing other than the identity permutation. Clearly, this is a group. ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത ഇത് അബീലിയനുമാണ്. ഐഡന്റിറ്റി എലമെന്റ് മാത്രമല്ലേ ഉള്ളൂ. ഐഡന്റിറ്റി എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്താൽ ഐഡന്റിറ്റി എലമെന്റ് തന്നെ കിട്ടുള്ളൂ. സോ ദാറ്റ്സ് അബീലിയൻ. S2 നമ്മൾ കണ്ടത് 1 goes, ഇതൊരു പെർമ്യൂട്ടേഷനും ഇതൊരു വേറൊരു പെർമ്യൂട്ടേഷനും. We can see that this is also abelian. കാരണം ഇത് ഐഡന്റിറ്റി പെർമ്യൂട്ടേഷനും ഇത് വേറൊരു എഫ് അല്ലേ. സോ I into F is equal to F into I. ഐഡന്റിറ്റി അല്ലേ. So this is also abelian. Now, but you consider S3. S3 രണ്ട് മെമ്പേഴ്സ് ആണ്. ഒരെണ്ണം 1 2 3 2 3 1 മറ്റൊന്ന് 1 2 3 2 1 3. See, if we call this as the first one as F, second one as G, Fg is equal to 1 goes to 2 and 2 goes to 1. നോക്കണം, 1 goes to 2 and 2 goes to 1. So 1 goes to 1. 2 goes to 3 and 3 goes to 3. So 2 goes to 3 in this product. 3 goes to 1 and 1 goes to 2. So 3 goes to 2. On the other hand, GF is equal to GL 1 goes to 2, 2 goes to 3. So 1 goes to 3. GF എന്ന് പറയുന്ന product. 2 goes to 1 and 1 goes to 2. So 2 goes to 2. 3 goes to 3 and 3 goes to 1. So 3 goes to 1. Clearly we see that Fg not equal to GF. അതായത് 3 സിമ്പിൾസിന്റെ സെറ്റായ S3യിൽ ഓപ്പറേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. 3 എലമെന്റ്സിന്റെ പെർമ്യൂട്ടേഷൻസ് ഇത് രണ്ടും എടുക്കുമ്പോൾ ഈ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ലെങ്കിൽ 4 സിമ്പിൾസ് ഉള്ള 2 പെർമ്യൂട്ടേഷൻ എടുത്താലും നമ്മൾ ആ എടുക്കുന്ന പെർമ്യൂട്ടേഷൻ ഇത് ഇതേപോലെ കീപ്പ് ചെയ്യുക. 4 goes to 4. അടുത്തതിനകത്ത് ഇതേപോലെ 1 2 3യുടെ ഇമേജ് അതേപോലെ കീപ്പ് ചെയ്യുക. 2 1 3 4 goes to 4. നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ FGയും GF എടുക്കുമ്പോൾ ഈ ഭാഗം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് കമ്മ്യൂട്ടേറ്റീവ് അല്ലല്ലോ. അപ്പൊ പിന്നെ ഇത് മൊത്തത്തിൽ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആവില്ല. സോ അവർ നെക്സ്റ്റ് ഒബ്സർവേഷൻ ഈസ് Sn is abelian for n equal to 1 and 2, but not abelian for all n greater than or equal to 3. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ we have this theorem. Let capital A be a set of n symbols. Then Sn
the set of all permutations on capital A is a finite non-abelian group with n star with order n factorial. Let A be a set of n symbols, then Sn, the set of all permutations on A, is a finite non-abelian group with order n factorial for all n greater than or equal to 3, and abelian for n equal to 1 and 2. ഉദാഹരണത്തിന് S5-ലെ ഇനി പ്രോഡക്റ്റ് മാത്രം പറയാൻ എക്സാമ്പിൾ, നമ്മൾ മറ്റേത് അബീലിയൻ നോൺ അബീലിയൻ എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. See, you consider the 1, 2, 3, 4, 5. This is 2, 3, 1, 5, 4. And G is equal to 1, 2, 3, 4, 5. 5, 3, 2, 1, 4. What is FG and GF? FG is 1, 2, 3, 4, 5. FG എങ്ങനെ കണ്ടുപിടിക്കും? FL 1 goes to 2 and 2 goes to 3. So 1 goes to 3. 2 goes to 3. 3 goes to 2. ബാക്കിയുള്ളത് കണ്ടുപിടിക്കുക, എഴുതുക. അതേപോലെ GF. Also find F square. F square എന്ന് പറയുന്നത് F into F. അപ്പോൾ F എഴുതുക, മൾട്ടിപ്ലൈ ചെയ്യുക, F square കണ്ടുപിടിക്കുക. So you compute these products also. FG square, F square G. Okay. F inverse എന്താണ്? നമ്മുടെ തിയറി അനുസരിച്ച് തന്നെ F inverse എന്ന് പറയുന്നത് ഈ പെർമ്യൂട്ടേഷൻ നേരെ തിരിച്ചെഴുതിയാൽ മതി. സോ F inverse is equal to 2, 3, 1, 5, 4, 1, 2, 3, 4, 5. അതായത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയാൽ 1, 2, 3, 4, 5 ഇമേജസ് ഇവിടുന്ന് പെറുക്കി എഴുതണമെന്നേ ഉള്ളൂ. 1ന്റെ ഇമേജ് 3, 2ന്റെ ഇമേജ് 1, 3യുടെ ഇമേജ് 2 and so on. So also find G inverse. Also find F inverse G, G inverse F. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ ഇത് നന്നായിട്ട് പഠിക്കുക. Okay, thank you.